ആ കൈ വെച്ചു. ആ എടുത്തോ. അമ്മച്ചി പുഴുക്കല്ലരി ഇല്ല, പച്ചരി ഉള്ളു കേട്ടോ. അതെന്താ പുരുഷ പുഴുക്കല്ലരി ഇല്ലാത്ത? ആ പുഴുങ്ങാൻ സമയം കിട്ടിയില്ല. എന്നാ കുറച്ച് മണ്ണ് തരാം അമ്മച്ചി. മണ്ണ് നിങ്ങൾക്ക് കൊടുക്കും, പുഴുങ്ങട്ടെ. കൊച്ചാട്ടോ, കുട്ടിച്ചന്റെ കടയിലൊക്കെ പോലീസ് വണ്ടി പോയെന്ന് തോന്നുന്നു കേട്ടോ. ചെല്ലടാ. എന്തിന്? ചെന്ന് നോക്കടാ. ഓ ഓ ഇതാ സാറേ കട. ഒന്ന് ചുമ്മാ ഇരി, തരാം. നാരങ്ങ വന്നില്ല സാറേ. ഈ കമ്പനി ഐറ്റം വല്ലതും മതിയോ സാറിന് കുടിക്കാനായിട്ട്? ഓ വേണ്ട. ഈ ഫ്രിഡ്ജും അടിച്ചു പോയി, അതുകൊണ്ട് തണുപ്പായിട്ട് വല്ലതും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓ വലിയ തണുപ്പൊന്നും വേണ്ട കുട്ടിച്ച. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരികയല്ലേ. അതെ അതെ അതെ. മോനിപ്പോ എവിടെ ഉള്ളത്? മോന്റെ കാര്യമൊന്നും പറയണ്ട സാറേ, അവന് പ്രോഗ്രാം അല്ലേ, ഒത്തിരി പരിപാടിയുണ്ട്. ഇന്ന് എവിടെ പരിപാടി? അത് ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു. എന്തുവാ എങ്ങനെയാന്ന് ഒന്നും അറിയത്തില്ല. അത് അവന്റെ കെട്ടിയവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു കത്ത് വന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതായത് എവിടെ വന്നൊന്നും എഴുതിയിട്ടില്ലേ? അങ്ങനെ വിലാസമൊന്നും വെച്ചിട്ടില്ലെന്നാ മോള് പറഞ്ഞേ. നമുക്ക് വീട്ടിൽ പോയ കത്തൊക്കെ ഒന്ന് എടുത്തു വെച്ച് വരാം. എന്നത്തിനാ സാറേ? കാര്യമുണ്ടോ കുട്ടിച്ച? സാറേ ഞാൻ ഉച്ചയ്ക്കാ തട്ടിയിടുന്നേ. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ആ കത്തെടുത്ത് സ്റ്റേഷനിൽ കൊണ്ട് എത്തിച്ചാ മതിയോ? അത് പോരല്ലോ കുട്ടിച്ച. ഇന്ന് മഴയാൻ തോന്നി ചേച്ചി. ആണോ? ആ വല്ലാത്ത മൂടല്. മഴ പെയ്ത് ഏലമൊക്കെ അഴുകില്ലോടി. നേരെ. ഓ ചിട്ടിക്കുടിശ്ശിക ഇത് 3ാമത്തെ തവണയാണ് കേട്ടോ. ആ ഓർമ്മയുണ്ട്. കാലിൽ എപ്പി ചെളിയാ. അച്ചായനോടെ പാട്ടും പാടി നാടും തണ്ടി നടക്കാണ്ട് കുറച്ച് കാശ് അയച്ചു തരാൻ പറ. അതിന് ഇച്ചല്ലോ ചിട്ടി പിടിച്ചത് ഞാനല്ലേ അമ്മാമേ. ചെറുക്കന് ഇപ്രാവശ്യേ ഫീസെല്ലാം കുറച്ച് പൈസ അടയ്ക്കേണ്ടി വന്നു. പുസ്തകമോ പേനയോ പേപ്പറോ കമ്പ്യൂട്ടറോ അങ്ങനെ ഏതാണ്ടൊക്കെ. ജെസ്സിക്കൊച്ചേ, ഞാനിന്ന് തിങ്കളാഴ്ച വരട്ടെ. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഇന്നെന്നാഴ്ച? ഇന്ന് വെള്ളിയാഴ്ച. വെള്ളി ശനി ഞായർ ഒരു 1:30 ആകുമ്പോൾ വന്നാൽ മതി കേട്ടോ. ഒരു 1:30 ആകുമ്പോൾ. അപ്പം ഞാൻ കടയിലുണ്ടാവില്ല, ഇവിടെ ഉണ്ടാവും. ശരി, എന്നാൽ ഞാൻ വരട്ടെ. ആ സുമതിയുടെ അടുത്തൊന്ന് കയറണം. അവിടെ 3 മാസത്തെ കുടിശ്ശിക കിടപ്പുണ്ട്. മഴ വരുന്നുണ്ട്, കൊട വേണോ? അവിടെ എൻ്റെ ഉണ്ട്. ജെസ്സി, ഈ പാഷാണ് 24 മണിക്കൂർ ഇതിന്റെ മുകളിൽ തന്നെയാണോ? ഇവനെ ഞാൻ കൊല്ലും. ഇവനും കണക്കാ, ഇവന്റെ അപ്പനും കണക്കാ. ആ രണ്ടിനും ചേർത്താ പറഞ്ഞ. എങ്ങനെ വിശ്വസിച്ചു ഇവന്റെ ഒക്കെ റേഷൻ കട കയറും എന്റെ പൊന്നോ? കുറെ വായ നോക്കി കൂതറുകളുണ്ട്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവന്മാരുടെ. ഇച്ചിരി കറക്കത്തിലാടി. ഒന്നും മുന്നേ കണ്ട് തീരുമാനിച്ചതല്ല. ജെസ്സി, മോളെ ജെസ്സി, ഇവിടെ ഉണ്ട് കുട്ടിച്ചാ. മോളെ കറിയ എഴുതിയ കത്തിങ്ങെടുത്തേ. എടി അവന്റെ കത്തിന്റെ കാര്യമായി പറയുന്നത്. അതിങ്ങെടുത്തേച്ചു വാ. ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതിയ കത്തല്ലേ സാറേ? അതാ. അതന്നെ, വായിക്കാൻ പറ്റാത്ത എന്തേലും അതേലുണ്ടോ? എടി അതിൻ്റെ അകത്ത് അവന്റെ അഡ്രസ്സോ സ്ഥലമോ വല്ലതും ഉണ്ടെന്ന് അറിയാനാ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് സാറ് വിശ്വസിക്കുന്നില്ല. നീ അത് അങ്ങോട്ട് എടുത്ത് കൊടുക്ക്, വായിച്ച് ആസ്വദിക്കട്ടെ. അതേ, ഇത് കേസ് വേറെയാ. നിങ്ങളുടെ ഭർത്താവ് കാരണം ഒരു പെങ്കൊച്ചിന്റെ കല്യാണം മുടങ്ങിയിരിക്കുക.
പിന്നെ ഒരുത്തനാന്നേ വിഷമടിച്ച ആശുപത്രിയിൽ. എന്നതാ സാറേ ഈ പറയുന്നത്? ഈ വിഷമടിച്ച മൂപ്പീതിനെ നിങ്ങൾ അറിയും. 2 ദിവസം മുന്നേ അയാളോട് വന്ന് പോയിട്ടുമുണ്ട്. സകല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. കബീർ എന്നാ പേര്, കല്ലായിക്കാരൻ. അറിയോ? സാറേ ശരിയാ, അങ്ങനെ ഒരാളിവിടെ വന്നിരുന്നു. അയാളുടെ മകളുടെ കല്യാണക്കുറിയും കൊണ്ട് വന്നത്. പക്ഷെ പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പൊ എല്ലാം അറിയാം. നിങ്ങൾ ആ കത്തിങ്ങെടുത്തേ, ഒന്ന് കാണട്ടെ. കത്തിങ്ങെടുക്കാൻ. കത്ത് കൊണ്ട് കൊടുക്കാൻ. കത്തിനകത്ത് വിലാസമൊന്നുമില്ല. ആഹാ, അത് ശരി. വിലാസമൊന്നും ഇല്ലേ? സ്ഥലം എന്നോട് പറയാതിരിക്കാനുള്ള അടവല്ലേ? എടുക്കെടുക്ക്. കത്ത് എൻ്റെ കയ്യിലില്ല. ഇല്ലെന്നോ? അത് കത്തിപ്പോയി. കത്തിപ്പോയെന്നോ? എങ്ങനാ? അത് ചവറിൻ്റെ കൂടെ കത്തിപ്പോയി. മോളെ നീ എന്നാ ഈ പറയുന്നത്? എല്ലാം കത്തിപ്പോയി കുട്ടിച്ച. അഭ്യാസം എടുക്കല്ലേ എന്നോട്. കത്തിച്ചെന്നോ? എങ്ങനെ കത്തിയെന്നാ? കുട്ടിച്ച ചവറ് കത്തിച്ചപ്പോ അതിൻ്റെ കൂടെ കത്തിപ്പോയതാ. നാക്കെടുത്ത കള്ളേ പറയത്തുള്ളൂ. മോന്തേരിക്കുന്നുണ്ടില്ലേ? ഹലോ സാർ. നീ എന്ത് പണിയെ കാണിച്ച? ആ അതെ സാർ. എവിടാ കത്തിച്ച? അപ്പുറത്ത്. ആ കാണിച്ച. പറഞ്ഞാട്ടെ സാർ. നമ്മൾ വിചാരിച്ച ആളല്ല സാർ ഈ സിംഫണി ചക്രിയ. മൊത്തത്തില് കുഴപ്പക്കാരനാണ്. ആ അതെ സാർ. അവൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല സാർ. ആകെ ഉണ്ടായിരുന്ന തെളിവും ഇതേ ഇപ്പൊ കത്തി. പെണ്ണും പിള്ളയ്ക്ക് പ്രണയലേഖനം എഴുതലാണ് അവന്റെ പ്രധാന ഹോബി. ആ സാർ, ഞാൻ വിളിച്ചോളാം. വിഷമടിച്ച ആ മൂപ്പിന്ന് ഏത് നിമിഷവും തട്ടിപ്പോകും. ഇനി ആ മരണത്തിനും കൂടി നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ചെയ്യാ ഇപ്പൊ വിളിച്ച. സാറേ, ആ കത്തിൽ അവന്റെ വിലാസം ഒന്നും ഇല്ലായിരുന്നു. അവന്റെ സ്വഭാവം എങ്ങനെയാ സാറേ? അവന്റെ സ്വഭാവ ദൂഷ്യമൊക്കെ എനിക്കറിയാം. വലിയ കലാകാരനല്ലേ. ഇങ്ങോട്ട് മാറിയേക്ക്. കൂട്ടുകക്ഷികൾ കുറെ എണ്ണം ഉണ്ട്. പുകയും കഞ്ചാവും. പൊക്കിക്കോളാം ഞാൻ. അവന്മാരെ കൊണ്ട് പറയിപ്പിക്കും നിന്റെ കെട്ടിയവൻ എവിടെ ഉള്ളതെന്ന്. നല്ല ബെസ്റ്റ് സെലക്ഷൻ. കൊള്ളാം. ആ പിന്നെ മരുമോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. 24 മണിക്കൂർ സമയം ഞാൻ തരും. അതിനു മുന്നേ അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടൊന്ന് ഹാജരാക്കണം. അല്ലേ അമ്മായിയപ്പനും മരുമോളും അങ്ങ് അകത്ത് കിടക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പനും മരുമോളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടാ. ആണ് സാർ, അത് ഉറപ്പല്ലേ? എനിക്ക് ഇവരെ പണ്ടേ അറിയാം. കത്ത് കത്തിച്ച് കളഞ്ഞ പിന്നെ എല്ലാം കഴിഞ്ഞെന്നാ വിചാരം. 2 എണ്ണം പൊട്ടിച്ച അടിപൊളിയാ. വേണ്ടി വരും.